വാദിക്കുന്നത്, സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത്, പ്രദേശത്തിന് വേണ്ടി വാദിക്കുന്നത്, മലബാർ പ്രദേശത്തെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വേണ്ട വികസനങ്ങൾ വന്നില്ല എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കെതിരാണോ? അല്ലല്ലോ. വീക്കർ സെഷനുകൾ ഏതാണോ ഉള്ളത്? സമുദായമാവാം, പ്രദേശമാവാം, നാടാവാം, എങ്ങനെയാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നതിന് എങ്ങനെയാണ് വർഗീയത എന്ന് പറയുന്നത്? പിന്നെ ഇവിടെ CPM-ന്റെ ബാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ്. ബാലേട്ടന് ഒരു അത്രമേൽ അപകടകാരിയല്ലാത്ത ദുഷ്ടത കുറഞ്ഞ ഒരു CPM-കാരനാണെങ്കിലും വിവരക്കേട് വേണ്ടുപോലുള്ളത് കൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് സത്യം പറയുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യം എന്താണെന്ന് വെച്ചാൽ 9 വർഷമായിട്ട് UDF-ന് മുസ്ലിം സമുദായത്തിന് നഷ്ടമായത് തിരിച്ചു പിടിച്ചു കൊടുക്കും ഭരണം കിട്ടിയാലെന്ന് ഷാജി പറഞ്ഞു എന്നാണ്. എന്തൊരു രസകരമായ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതന്നെയാണ് വസ്തുത. നഷ്ടമായത്, നഷ്ടം എന്ന് പറയുന്നത് ഉള്ളത് പോകുന്നതിനാണ്, മറ്റുള്ളവരുടെ പിടിച്ചു വാങ്ങുന്നതിനല്ല. നഷ്ടപ്പെട്ടു പോകുന്നതിനെ അതേ AK ബാലനെ പോലെ ഒരു സീനിയർ ലീഡർ തന്നെ പറഞ്ഞിരിക്കുന്നു, നഷ്ടപ്പെടുന്നത്. എന്നാൽ ഞാൻ ബാലേട്ടനോട് പറയുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, അത് ഞാൻ സമുദായത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ ഖജനാവിന് നഷ്ടപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ കുടുംബം അടിച്ചു മാറ്റിയതും ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ്. സംവരണത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ്. പ്രാദേശികമായി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ CPM-ന്റെ പ്രതിച്ഛായയും വേണമെങ്കിൽ ബാലേട്ടന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നഷ്ടത്തിൻ്റെ പേരിലാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് CD സാഹിബും CH ഒക്കെ പറഞ്ഞ അതേ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. സമുദായത്തിന് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ഞാൻ ലീഗുകാരനായ ഞാനിത് സമുദായത്തിന് അവകാശം തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് അത്ര ഇവിടുത്തെ വലിയ കുഴപ്പം. ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ലീഗാവണത്? എനിക്ക് കോൺഗ്രസ് ആയാൽ പോരെ, എനിക്ക് CPM ആയാൽ പോരെ? ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എൻ്റെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എന്നിട്ടും എന്താ ഞാൻ കോൺഗ്രസ് ആവാത്തത്? എന്നിട്ടും എന്താ ഞാൻ ലീഗായി നിൽക്കുന്നത്? ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ്. മിനിമം ആ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഞാനതിനെ മുസ്ലിം ലീഗായിട്ട് നിൽക്കുന്നത്? ഇവിടെ വേറെ രസമുണ്ട്. ഞാൻ സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ വർഗീയവാദി, വെള്ളാപ്പള്ളി മറ്റ് സമുദായങ്ങളെ ആക്ഷേപിച്ചാൽ അയാൾ നവോത്ഥാന നായകൻ. ഇതെന്തൊരു തമാശയാണ്. ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു. വെള്ളാപ്പള്ളി ഈഴവന്മാർക്ക് വേണ്ടി വാദിക്കുകയല്ല, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. മറ്റു സമുദായത്തെ പരിഹസിക്കുന്ന, ചീത്ത വിളിക്കുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന നായകൻ. സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഞാൻ വർഗീയവാദിയാവുക. ഇത് ഈ CPM-ന്റെ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന ഈ അജണ്ടയുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മുഖ്യമന്ത്രിയെ കാണാൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുറത്തേക്ക് ആര് വരുന്നു? അമിത്ഷാ വരുന്നു. പത്രക്കാർ പറയുന്നത് വിദേശ രാഷ്ട്ര പ്രതിനിധികൾ വന്നിട്ട് പോലും അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ പിണറായി അല്ലെങ്കിൽ അമിത്ഷാ കൂട്ടുകെട്ട് അവിടെ നടത്തുന്ന ഒരു ഭീകരമായ ഒരു അജണ്ട, ഭരണം മൂന്നാമത് നിലനിർത്താൻ വേണ്ടി. ഒരു CPM-ന്റെ നേതാവ് എന്നോട് പറഞ്ഞത് അടുത്ത തവണ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ CPM നിൽക്കാനാവില്ല എന്നാണ്. അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെ മേലെ കുതിര കയറിയിട്ട് ഭരണം നിർത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കേവലം ഒരു 15-20 വർഷം മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള കൈരളിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ 100 വർഷത്തെ പഴക്കമുള്ള മാതൃഭൂമി പത്രം എന്തിനാണ് പോണത്? എനിക്ക് മാതൃഭൂമി പത്രത്തെ അറിയാം, വീരേന്ദ്രകുമാറിനെ അറിയാം, അദ്ദേഹത്തിൻ്റെ ആ പത്രത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെയും പ്രവർത്തിച്ചവരെ അറിയാം. എൻ്റെ നാട്ടുകാരനാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സെക്യുലറായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ നാവ് കൊണ്ട് ഈ നാട്ടിലെ രാമൻ്റെ ദുഃഖം എഴുതിയത് മാത്രമല്ല, ഇങ്ങനെ സംസാരിച്ചു നടന്നൊരു മനുഷ്യനില്ല. ആ പത്രം എത്ര ഈ പത്രപ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടാണോ അത്ര പാരമ്പര്യമുള്ളൊരു പത്രം നിലവാരം തകർന്ന് താഴെ പോവുകയാണോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇത് വളരെ ഗൗരവത്തോടെ എന്തിനാണ് മാതൃഭൂമിയെപ്പോലൊരു പത്രം ഇത്ര മോശപ്പെട്ട ഒരു വർഗീയ സമീപനം എടുക്കുന്നതിന് ശ്രമം നടത്തിയത് എന്നത് അവർ നിർബന്ധമായും വിശദീകരിക്കേണ്ടതാണ്. കാരണം അത്രമേൽ ഞാൻ ബഹുമാനിച്ചിരുന്നൊരു പത്രം എന്നുള്ള നിലക്ക് അവർ പറയേണ്ടതാണ്. വളരെ മോശമായിരുന്നു അവരുണ്ടാക്കിയ ഫ്ലയറുകൾ, അവരുടെ പോസ്റ്ററുകൾ.
വളരെ ആസൂത്രിതമായിട്ടാണ് അവർ ഒരാളെ, അതും ഈ ഒരു വളരെ സെക്കുലർ ഫാബ്രിക്കിനകത്ത് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ വർഗീയമാക്കുന്നത് വഴി മാതൃഭൂമിയുടെ ലാഭം എന്താണ് എന്ന് കൈരളിയുടെ നിലവാരത്തിലേക്ക് ആ പത്രം പോകുന്നതിനോടുള്ള എൻ്റെ വിയോജിപ്പ്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളവർക്ക് വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കാൻ. ഇതാണ് എൻ്റെ വർഗീയവാദിയാക്കിയതിൻ്റെ താനാരാണ് എന്ന ചോദ്യത്തിലെ കൺഫ്യൂഷനിലെ ഒന്നാമത്തെ ഘട്ടം.